2020 സെമി ഫൈനൽ കഴിഞ്ഞവിടെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ ഫൈനലാണ്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഒരു ഫൈനൽ. ഇതൊരു റിവഞ്ച് മത്സരമാണ്. കാര്യം സഞ്ജു സാംസൺ റിവഞ്ച് മത്സരം. കാര്യം കഴിഞ്ഞ ന്യൂസിലാൻഡ് പര്യടനത്തിന് 5 കളിയിലും ഫ്ലോപ്പായ സഞ്ജുവിന് കൃത്യമായിട്ടും മധുര പ്രതികാരം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അത് സഞ്ജു തീർച്ചയായിട്ടും അത് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്ക് പറയാൻ 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് അഭിഷേക് ശർമ്മയുടെ ഫോം ഔട്ട് ശരിയാണ്. അഭിഷേക് ശർമ്മ ഫോം ഔട്ട് തന്നെയാണ്. സഞ്ജുവിനെ ഇതുപോലെ ഫോം ഔട്ട് ആയിരുന്ന സാഹചര്യത്തിലാണ് സഞ്ജു ഇത്രയും നില ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നടന്നിരിക്കുന്ന വിന്നിംഗ് ടീമിൽ നിന്ന് അഭിഷേക് ശർമ്മ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അത് സഞ്ജുവിന്റെ ഫോം ഔട്ടിലേക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് സഞ്ജുവും അഭിഷേക് ശർമ്മയും തമ്മിലുള്ള കൂട്ടുകെട്ട് തന്നെ കൃത്യമായിട്ട് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ ജയിച്ച ടീമിൽ നിന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വരുൺ ചക്രവർത്തി ഒഴിവാക്കി കുൽദീപ് യാദവ് സീനിയറും അതുപോലെ അനുഭവപരിചയത്തുള്ള കുൽദീപ് യാദവിനെ കൊണ്ടുവരണമെന്ന് എനിക്ക് പറയാം. ബാക്കി മാറ്റങ്ങളൊന്നും തന്നെ വേണ്ട. വരുൺ ചക്രവർത്തിയുടെ കാര്യം 2020 ഏറ്റവും നമ്പർ 1 ബോളർ എന്ന് പറയുന്നത്, പക്ഷേ ഈ ഫ്ലോപ്പാണ്, അത്ര ഫ്ലോപ്പായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിനും അടി കൃത്യമായിട്ട് ന്യൂസിലാൻഡിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് അനുഭവ സമ്പത്തുള്ള കുൽദീപ് യാദവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സെറ്റ് ആയിരിക്കും ടീം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അഭിഷേക് ശർമ്മ ഒരു കാരണവശാലും മാറ്റേണ്ട. ഈ ലോകകപ്പ് ഫൈനലിൽ കിട്ടില്ല പെർഫോമൻസ് അഭിഷേക് ശർമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ടീമിന് ഇതിലൊരു മാറ്റം മാത്രം വരുത്തിയാൽ മതി. പിന്നെ എന്താ പറയാ, ബാക്കിയെല്ലാം ടീം നല്ല ഐക്യത്തോടെ വളരെ സെറ്റായിട്ട് പോകുന്നുണ്ട്. എന്തായാലും ന്യൂസിലാൻഡിനെ തോപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സഞ്ജു സാംസൺ ഇനി ഒരു തിളക്കം കൂടെ തിളങ്ങട്ടെ. കാര്യം ഒരുപാട് റെക്കോർഡുകൾ ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ 11ാം സ്ഥാനത്തിലേക്ക് കയറിയിട്ടുണ്ട്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന 11ാം സ്ഥാനത്തേക്ക് കയറി. ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന വിക്കറ്റ് കീപ്പറും ആയിട്ടുണ്ട്. സിക്സിന്റെ കാര്യത്തിലായാലും അതേപോലെ തന്നെയാണ്. അപ്പൊ അതൊക്കെ കൂടുതൽ റെക്കോർഡുകളിലേക്ക് എത്തട്ടെ ഈ ഫൈനൽ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്.